ചിങ്ങമാസം വന്നു ചേർന്ന നിന്നെ ഞാൻ സ്വന്തമാക്കും. ഹലോ കൂട്ടുകാരെ, ഏവർക്കും സൈമൺസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചിങ്ങമാസത്തിൽ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചല്ലോ അല്ലേ? ഭയങ്കര ചൂടായിരുന്നു ഈ വർഷം അല്ലേ? അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് ഈ ചൂട് കാലത്ത് കുടിക്കാവുന്ന ചില കുടിക്കാൻ പറ്റുന്ന ചില ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇതുണ്ടോ, നമ്മുടെ നാട്ടിൽ വളരെയധികം സുലഭമായി കിട്ടുന്ന ഒന്നാണ് നെല്ലിക്ക. ഇതിനകത്തൊരു നെല്ലിക്കയായിട്ട് കാണാമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ അടുത്ത് കാണിക്കാം, ക്യാമറയുടെ അടുപ്പിച്ച് കാണിക്കാം. കേട്ടോ, ഒരു നെല്ലിക്ക ഇതിനകത്ത് കിടപ്പുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത്, നെല്ലിക്ക വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഫ്രീസറിൽ വെച്ച് കുറച്ച് ദിവസം ഫ്രീസറിൽ വെച്ചേക്കും. നന്നായിട്ട് അത് ഫ്രോസൺ ആകണം. അത് കഴിയുമ്പോഴാണ് ഇപ്പോഴത്തേക്ക് അത് താഴ്ത്തേക്ക് വന്നു. ഫ്രോസൺ ആയി കഴിഞ്ഞ് വെച്ചിട്ട് അത് നല്ല വെള്ളത്തിലൊഴിച്ച് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഒരു നെല്ലിക്ക, ഈ ഫ്രോസൺ നെല്ലിക്ക ഇടുക. അപ്പോൾ കുറച്ച് നേരം അതിങ്ങനെ വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കും. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് പതുക്കെ താഴത്തേക്ക് താഴും. എന്നിട്ട് തണുപ്പ് കുറച്ചുകൂടി വേണം എന്നുള്ളവർക്ക് ഒരു ഐസ് ക്യൂബും കൂടെ അതിനകത്തിടാം. അതിനുശേഷം കുറച്ച് നേരം വെച്ചേക്കുക. പിന്നെ നമ്മൾ ഇടയ്ക്ക് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന് കഴിയുവാണെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആകില്ല. വളരെ നല്ലതാണ്. നെല്ലിക്കയുടെ ഒരു ചെറിയ ഫ്ലേവറും അതിനകത്ത് വരും. പിന്നെ കുടിച്ചു കഴിയുമ്പോൾ ആ നെല്ലിക്ക നമുക്ക് വായിക്കകത്തിട്ട് അങ്ങോട്ട് ഞെക്കി കഴിയുമ്പോഴത്തേനും അതിനകത്ത് നിന്ന് ആ ജ്യൂസ് മുഴുവൻ ഉടഞ്ഞു വരും. പിന്നെ നമുക്ക് ആ നെല്ലിക്ക തിന്നുകയും ചെയ്യാം. അതൊരു നല്ല ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പം ഒരെണ്ണം വേനൽക്കാലത്ത് നമുക്കെല്ലാവർക്കും വളരെ സിമ്പിളായിട്ടുണ്ടാക്കാവുന്നതും വളരെ ചിലവ് കുറഞ്ഞതുമായ ഒരൈറ്റമാണ്. ഇതിനകത്ത് വേറെ ഒന്നും വേണ്ട. പച്ചവെള്ളവും ഫ്രീസ് ചെയ്ത നെല്ലിക്ക നല്ല ക്ലീനായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യം, അല്ലാണ്ട് വേറെ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരൈറ്റം. ഓക്കെ, ഇതൊക്കെ പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മിസ്സസ് കെ എം മാത്യുവിൻ്റെ പാചകക്കുറിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഇങ്ങനെ ഓരോന്നും ഇത്ര കരണ്ടി, ഒരു കരണ്ടി, 2 കരണ്ടി അന്നൊക്കെ ഈ കരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയത്തില്ല. അന്ന് ഞാൻ എൻ്റെ അമ്മയോടൊക്കെ ചോദിക്കുമായിരുന്നു, അമ്മ ഈ കരണ്ടി എന്ന് ഈ റേഡിയോയിൽ കേൾക്കുമായിരുന്നല്ലോ ഇതൊക്കെ. അപ്പോൾ അമ്മയ്ക്കും കരണ്ടി എന്താണെന്നറിയാമോ? അന്നേരം അമ്മ അന്ന് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് എന്താണെന്നറിയാമോ? പണ്ട് ഈ വീടുകളിലൊക്കെ ഈ മോര് കടയുമ്പം ഈ പാലുറ ഒഴിച്ച് അത് മോരായി കഴിയുമ്പോൾ അത് കടഞ്ഞെടുക്കും. അത് തൈരായി കഴിയുമ്പോൾ അത് കടഞ്ഞ് അതിൽ നിന്ന് നെയ്യൊക്കെ മാറ്റിയെടുക്കുമല്ലോ. അപ്പോൾ അന്നേരം അമ്മ ഒരു കൊരണ്ടിയിലിരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കൊരണ്ടി എന്ന് പറഞ്ഞത് ശകലം ഹൈറ്റ് കൂടിയതാ. അന്ന് അമ്മച്ചി എനിക്ക് പറഞ്ഞിരുന്നേക്കുന്നത്, എടാ ഈ സാധനത്തിൻ്റെ പേരാണ് കരണ്ടി എന്ന്. കാരണം അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ കരണ്ടി എന്താണെന്ന്. അപ്പോൾ അതുപോലെ ഞാനിവിടെ കൊരണ്ടിയുടെയും ഒന്നും കാര്യം പറയുന്നില്ല. ഇനി മറ്റൊന്ന്, വേറൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ളതും വളരെ രുചികരമായിട്ടുള്ളതുമായ ഒരു ജ്യൂസാണ് വേറൊരെണ്ണം. ഇത് കണ്ടോ, നല്ല വെള്ളരിക്ക. ഈ വെള്ളരിക്ക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഒട്ടും കയ്പുള്ളതല്ല കേട്ടോ. അതായത് നമ്മൾ എടുക്കുന്ന വെള്ളരിക്ക കയ്പില്ലാത്തതായിരിക്കും. ഇതിന് സ്വല്പം പോലും കയ്പില്ല. നമ്മൾ ചെത്തി അത് കണ്ടിച്ച് കഴിയുമ്പോഴത്തെ അതിനകത്ത് അതിൻ്റെ വിത്തുകൾ മാത്രം നമുക്കിങ്ങനെ ഈ പൊട്ടേറ്റോ പീലർ പോലുള്ളത് കൊണ്ട് നമുക്കിങ്ങനെ തോണ്ടിയെടുത്ത് കളഞ്ഞോണ്ടാവും. ഒട്ടും കയ്പില്ലാത്തതാണ് ഇത്. അപ്പോൾ ഇങ്ങനത്തെ വെള്ളരിക്കയാണെങ്കിൽ തന്നെ ഞാനത് സമയക്കുറവ് മൂലം അവയെല്ലാം ഇങ്ങനെ കണ്ടിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരു മിക്സിയിലേക്ക് ഇത് ഈ വെള്ളരിക്ക എല്ലാം ഇങ്ങോട്ട് ഇടുക. ഈ വെള്ളരിക്ക എല്ലാം ഇട്ടതിന് ശേഷം അതിലേക്കൊരു സ്വല്പം ഇത്രയും മതി പുതിനയില. ഇതെല്ലാം ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായത് തന്നെയാണ്. പുതിനയില ഇടുക. പിന്നെ കണ്ടോ, മല്ലിയിലയാണ്. പക്ഷേ ഇതിലുള്ളത് മല്ലിയില. ഈ മല്ലിയുടെ ടേസ്റ്റുള്ള വേറൊരു സാധനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എന്താ അതിന് ബർമീസും മല്ലിയെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ കുറേ പേരുകൾ ഇടുന്നത്. ഈ സാധനം നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇപ്പം ഇതൊരു 3 ബിയർ മഗ്ഗിനുള്ള അത്രയും ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ ഒരു 4 പീസ് മല്ലിയില ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ
ഒരു പച്ചമുളക്, അധികം ഇടണ്ട, ഒരു പച്ചമുളക് മതി. അതൊരു ചെറിയ എരിവ് പോലെ വന്നു കഴിയുമ്പോൾ അതിനൊരു സുഖമുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക. കാരണം ഇത് വേനൽക്കാലത്താണല്ലോ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊരു കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ തണുപ്പ് നമ്മുടെ ആവശ്യത്തിനുള്ള തണുപ്പിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഐസ് ക്യൂബ്സ് ഇടുക. പിന്നെ ഇപ്പം ഞാൻ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന വെള്ളരിക്ക ഒരു 3 ബിയർ മഗ്ഗിനുള്ളതാണ്. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. നല്ല പച്ചവെള്ളം. ഓക്കെ, ഇത് പാകത്തിനായിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി. എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങ അത് മുറിച്ച് വെച്ചേക്കുവാണ്, കൂടുതൽ സമയം കളയാനില്ലാത്തതുകൊണ്ട്. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇത് 3 പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരു നാരങ്ങ മുഴുവൻ ഒഴിച്ചത്. നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലോ കുറച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ അരനാരങ്ങയുടെ നീരൊക്കെ മതി. കൂടുതൽ കാരണം നാരങ്ങയുടെ നീരെന്ന് പറയുന്നതും ഒരു സിട്രിക് ആസിഡ് ആണല്ലോ അതും. അപ്പം അതൊക്കെ കൂടുതൽ നിന്ന് കഴിയുവാണെങ്കിൽ നമുക്ക് ആസിഡ് റിഫ്ലക്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം എല്ലാവരും പറയും ഇതൊക്കെ ഇത് നല്ലതാണ്, പക്ഷേ ഇങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ അതിനുണ്ട്. പിന്നെ നമുക്ക് ഒമേപ്രസോളോ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും, അതിനുള്ള ഗുളികകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അത് ചെയ്തു. പിന്നെ കുറച്ച് ഉപ്പ്, സ്വല്പം ഉപ്പ് മതി, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് ഉപ്പിൻ്റെ അളവ് പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണല്ലോ. ഓക്കെ, ഉപ്പ് വേണമെങ്കിൽ കുറവാണെങ്കിൽ ഇച്ചിരി കുറഞ്ഞ നിർത്തും കുഴപ്പമില്ല. കാരണം കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് നികത്താമല്ലോ അത്. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് സ്വല്പം വെള്ളം കൂടി പോയി. ഇത് കാരണം അത് ഇതിന്ന് കുറേശ്ശെ പുറത്തേക്ക് ഓക്കെ, എല്ലാമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ. ഇനി വേറെ എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് സ്വല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം പാകത്തിനാണ്, ഒരു കുഴപ്പമില്ല, കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ എരിവുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ഫ്ലേവർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ഇതെല്ലാം മാറ്റി വെക്കാം കേട്ടോ. ചുവ കാണാത്തക്ക രീതിയിലാക്കാം.
ഓക്കെ, അപ്പോൾ ജ്യൂസ് റെഡിയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നന്നായിട്ട്. ആഹാ, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ് സൈമൻ്റെ വെള്ളരിക്ക ജ്യൂസ്. ഓക്കെ, പേര് മറക്കരുത്, സൈമൻ്റെ വെള്ളരിക്ക ജ്യൂസ്. അല്ലാണ്ട് ചുമ്മാ നിങ്ങളുടെ പേര് കൂട്ടി പറഞ്ഞേക്കരുത് കേട്ടോ, കാരണം ഞാനാണല്ലോ ഇത് കണ്ടുപിടിച്ച ആള്, സൈമൻ്റെ വെള്ളരിക്ക ജ്യൂസ്. അപ്പോൾ ഇത് കുടിച്ചേച്ചിട്ട് നിങ്ങൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോ സിപ്പ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയണം, സൈമൻ്റെ ജ്യൂസ് അടിപൊളി. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് 2 തരം ഡ്രിങ്ക്സ് ആണ് ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് വെള്ളരിക്ക കൊണ്ടുള്ളത്, മറ്റൊന്ന് ഫ്രീസ് ചെയ്ത നെല്ലിക്ക കൊണ്ടുള്ളത്. ഇതൊന്നും അധികം പണച്ചെലവുള്ളതല്ല, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുക, ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാം. ആർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാണ്ട് വരികയല്ല. പിന്നെ ഈ സാധനം, ഈ നെല്ലിക്കയുടെ ഇത് അത് വേറൊരാൾ വരുമ്പോൾ നമുക്ക് തന്നെ കഴിക്കുന്നത് കുഴപ്പമില്ല, വേറൊരാൾക്ക് വരുമ്പോഴത്തേന് ഈ നെല്ലിക്ക ഇതൊക്കെ അവർക്ക് അത്ര ഇഷ്ടപ്പെടണം നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അതും ഇങ്ങനെ കുരുവെല്ലാം കളഞ്ഞെടുത്ത് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കി ജ്യൂസാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ഇതാണ്. പിന്നെ കുറച്ച് നാളായിട്ട് ഞാൻ ഇതിലേക്ക് വരുന്നില്ലായിരുന്നു, കാരണം ഈ ഓണമൊക്കെ ഇങ്ങ് ആയതോടുകൂടി ഞാൻ ഭയങ്കര തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് കാണാനിരുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ഇനി എല്ലാവരും ഇത് പരീക്ഷിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പം താങ്ക് യു വെരി മച്ച്. See you with the other after some time.